ഇപ്പോൾ അർച്ചന കൂടി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കൊച്ചിയിൽ എങ്ങനെയാണ് മഴയുടെ ഒരു സാഹചര്യമെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും ശക്തമായ മഴയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു പെയ്തിരുന്നത്. പ്രത്യേകിച്ചും കിഴക്കൻ മേഖല, മലയോര മേഖലകളിലൊക്കെ സ്ഥിതി എന്താണ്? പെരിയാറടക്കമുള്ള പ്രധാനപ്പെട്ട നദികളിലെ ജലനിരപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മനു, എറണാകുളത്ത് പ്രധാനമായും ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ്. ഓറഞ്ച് അലേർട്ടാണെന്നുള്ളത്. രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നത്. മാത്രമല്ല കടലേറ്റ ഭീഷണി അടക്കമുണ്ട്. ഈ എടവനക്കാട് അടക്കം ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമാണ്. എന്തായാലും ഇത്തരത്തിൽ സ്ഥിതി ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിലും അതിശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കോട്ടയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. അവിടെ വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ കാറ്റാണ് വീടുകളിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട്, റോഡുകളിലേക്ക് വീണിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടം ഈ കാറ്റിലുണ്ടായി. ശക്തമായ മഴയും ഇന്ന് കോട്ടയം ജില്ലയിൽ തുടരുകയാണ്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിലും അതിശക്തമായ മഴ എറണാകുളത്തും കോട്ടയത്തുമെല്ലാം തുടരും തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണം. കടലാക്രമണം രൂക്ഷമായി തന്നെ ഇത്തരത്തിൽ ഈ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മനു, ശരി, ഏതായാലും ശക്തമായ മഴ പെയ്യുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ അത് പരിഗണിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം ഈ മഴ പെയ്യുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന്, ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശി ഈ പറയുന്നത് പോലെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു. ചിലപ്പോൾ ലൈൻ കമ്പികളുടെ മുകളിലേക്ക് വീണാൽ ലൈൻ കമ്പികൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഒഴിവാക്കണം. കാരണം അടിയൊഴുക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, എത്രമാത്രം വെള്ളമാണ് ഒഴുകിയെത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതൊക്കെ ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കൊക്കെ രാത്രിയിലുള്ള അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോവുക. നമുക്ക് ഏറ്റവും സുരക്ഷിതമായി തന്നെ കടന്നു പോകണം. സർക്കാരിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ പാലിക്കുക എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മളെക്കൊണ്ടാവുന്ന വിധത്തിൽ നമുക്ക് ഇതിനോടെല്ലാം ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശക്തമായ മഴയാണ് വീണ്ടും സംസ്ഥാനത്ത് ഇപ്പോൾ പെയ്തു തുടങ്ങിയിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരികയും ചെയ്തിരിക്കുന്നത്.